ബോട്ടിന്റെ ബ്രാൻഡിൽ എനിക്ക് ഡിസൈൻ വൈസ് ഇഷ്ടപ്പെട്ടൊരു ഇയർബഡ് ഉണ്ട് 161. ഓൾറെഡി ഞാൻ പല വീഡിയോകളിലും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 161 Pro വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ച് അൺബോക്സ് ചെയ്യുമെന്നുള്ളത്. എന്നാൽ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയപ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ ഓവ്യൂലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 161 പോലെയല്ല, നമുക്ക് പക്ഷേ 181 പോലാണ് കാണാൻ സാധിക്കുന്നുള്ളത്. കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ പോസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ എത്തിയിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ 1299 രൂപ കാണാൻ പറ്റുന്നത്. എന്നാൽ ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 1199 രൂപയ്ക്കും. എന്തായാലും 1500 രൂപയ്ക്ക് ഈ ഒരു ബോട്ട് എയർഡോപ്സ് 161 Pro വാങ്ങിച്ച അവർ ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 161 Pro. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ 181 കേസ് കുറച്ച് ബൾക്കി ആക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലാണ്, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇത് 161 Proന് പകരം 181 Pro ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി മൂവ്മെന്റ് ഉണ്ടായേനെ. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ സ്ട്രാറ്റജി പറഞ്ഞല്ല, 161 അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നു 5 ലക്ഷം പീസ് തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ വിറ്റിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം മേ ബി ആ ഒരു പേരിലോട് കൂട്ടിയിട്ട് ഇതങ്ങോട്ട് കൊണ്ടുവന്നത്. അത് അവരുടെ ആ ഒരു ബിസിനസ് സ്ട്രാറ്റജി, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് കേസ് ആണ്. അതുകൊണ്ട് തന്നെ റഫ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു കേസ് വാങ്ങിച്ചിടുന്നത് നല്ലതായിരിക്കും. 161 Proവിൻ്റെ കേസ് എവിടെയും സത്യം പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടില്ല. അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത് തന്നെ നമ്മുടെ ഹിൻസിലുള്ള DeepZstore കേസ് ഞാൻ കൊണ്ടുവരാം. എന്തായാലും മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്ന നിങ്ങൾ കാശ് കുറച്ചിട്ട് 161 Proയുടെ കേസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. സോ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിലുള്ള DeepZstore ഒന്ന് ഫോളോ ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഞാൻ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യും സാധനം വന്നു കഴിഞ്ഞാൽ കേട്ടോ. കൂടാതെ മറ്റുള്ള എല്ലാ ഇയർബഡുകളുടെയും കേസ് അവിടെ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം. ഇനി ബോട്ടിന്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്, അതുപോലെ തന്നെ അടിയിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്ററും ടൈപ്പ് സി പോർട്ടും ഒരു റീസെറ്റ് ബട്ടണും കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 380 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടുണ്ട്. അപ് ടു 50 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അത് നമ്മളൊരു 60% പാട്ട് കേട്ടാൽ മാത്രം. കൂടാതെ 1.5 hours 100% ഇത് ചാർജ് ആകാനുണ്ട്. ബോട്ട് ആയതുകൊണ്ട് തന്നെ ഉറപ്പാണ് 5V2A, അതായത് 10 wattsന്റെ അഡാപ്റ്റർ ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്തത്. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്താൽ പോലും അതിനകത്ത് ഔട്ട്പുട്ട് 5V2A ഉണ്ടെങ്കിലും നമുക്കത് ഇതിൽ ചാർജ് ചെയ്യാൻ കേട്ടോ. കൂടാതെ എന്താ പറയുക, ടൈപ്പ് സി ആണ്, എസാപ്പ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 150 മിനിറ്റ് നമുക്ക് ഇതിന് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഇയർബഡിൽ ഇരിപ്പുണ്ട്. അതിന് മുന്നേ എടുത്ത് പറയേണ്ടത്, ഈ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് IWP ടെക്നോളജി, ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി ഉള്ളതിനെ ഏത് ഡിവൈസിലാണോ ഓൾറെഡി കണക്ട് ചെയ്യുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകുന്നതാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരണമെങ്കിൽ വേറെ ഒന്നും പറയാനില്ല, ഡിറ്റോ നമ്മുടെ 181 തന്നെയാണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ 181ന്റെ അൺബോക്സിംഗ് നോവി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും, അത് തന്നെയാണ്, വലിയ വ്യത്യാസമേ ഇല്ല. ഒരു ഗ്ലോസി ഫിനിഷിനാണ് കേട്ടോ ഇവിടെയും നമുക്ക് ഇയർബഡുകളിലും കാണാൻ സാധിക്കുന്നത്. ബാക്കിൽ ബോട്ടിന്റെ ലോഗോ ഉണ്ട്, കൂടാതെ LED ഇൻഡിക്കേറ്ററും മൈക്കും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ ഓരോ ഇയർബഡുകളിലും 35 mAh വീതം ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അപ് ടു 10 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത്. 10 എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് 60% കേട്ടാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെയും നമുക്ക് 5ലേക്കും അല്ലെങ്കിൽ 4ലേക്കൊക്കെ പോകുന്നുള്ളതിലും വേറെ സംശയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 25 to 30 minutes ആണ് ഇയർബഡുകൾ ചാർജ് ആകാനായിട്ട് എടുക്കുന്ന സമയം കമ്പനി പറയുന്നത്. ഇനി നമ്മുടെ ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ഈ ഒരു ബോട്ടിന്റെ ലോഗോ ഉണ്ട്, അവിടെയാണ് ആക്ച്വലി ടച്ച് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിൽ നിന്ന് വേറൊരു സംശയമില്ല. നമ്മൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും കോള് കട്ട് ചെയ്യാനും കോള് എടുക്കാനും ഒക്കെ പറ്റും. അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ അതങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ അതങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. ഇനി വലുതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള നമ്മുടെ ബീസ് മോഡ് 60 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആവുന്നത്. ബീസ് മോഡ് ഓൺ എന്ന് പറയും. കൂടാതെ വീണ്ടും നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ ബെല്ലടിക്കുന്ന സൗണ്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഓഫ് ആവും. കൂടാതെ ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് വോയിസ് അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നതാണ്. ഇനി അതിൻ്റെ ഒരു വെയറിംഗ് കംഫർട്ടൊക്കെ പറയുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ചെവിയിൽ വയ്ക്കുമ്പോഴും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇല്ല. എന്നാൽ ഞാൻ ഇത് വെച്ച് വീഡിയോ കണ്ട സമയത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ
ചെവിയിലേക്ക് ഒന്നുകൂടി അങ്ങോട്ട് തിരികെ കയറ്റേണ്ട, ഐ മീൻ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കേട്ടാ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമോ എന്നറിയത്തില്ല, എന്തായാലും എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. അതർവൈസ് ഇപ്പോൾ എന്താ പറയുക, ഒരു നോയ്സ് ക്യാൻസലേഷൻ, പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് എയർഡോപ്സ് 161 പ്രോയിൽ നിന്നും ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻടോണിനകത്ത് ഞാനൊരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് വിളിച്ചിട്ട് ആ ഒരു കോൾ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യുവാണ്. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് ഡ്യുവൽ മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതം മാത്രമേ ഉള്ളൂ, ഒരു മൈക്ക് വീതം മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും എന്താ പറയുക, ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ബൈങ് ആകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് ഇവിടെ കമന്റ് ആയിട്ട് രേഖപ്പെട്ടു. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡക്കുകളുണ്ട്. AAC കോഡക്കുകളുണ്ടെങ്കിൽ നമ്മൾ 100% പാട്ടുകൾ ഇട്ടാലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ ചില പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി. അതിന് എടുത്ത് പറയേണ്ട ഒരു സംഭവം വെച്ചാൽ ഇതിൽ അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. 10mm ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ലൗഡായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 50 to 60% കേൾക്കുമ്പോൾ തന്നെ ഇനഫാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നി കേട്ടോ. ഒരു മാക്സിമം 70% കേട്ടാൽ മതി, നല്ല ലൗഡായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ ചെറിയൊരു മോണോ ഔട്ട്പുട്ടാണ് ഇതിനകത്ത് കുറച്ച് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ആദ്യമായിട്ട് ഇയർബഡുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്യാനായിട്ട് പാടായിരിക്കും. എന്നാൽ നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് പല ഇയർബഡുകൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഫീൽ ചെയ്യും കേട്ടോ. കാരണം ചെറിയൊരു മോണോ ഔട്ട്പുട്ട്, ബേസ് നല്ല ഡോമിനേറ്റ് ആണ്, അതിനൊന്നും വേറൊരു സംശയമില്ല. സോ ബേസ് ലെവർ ആണെങ്കിൽ പോലും ഈ ഒരു 161 Pro ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വോക്കൽ സെപ്പറേഷനൊക്കെ അത്യാവശ്യം, ഞാൻ പറഞ്ഞില്ലേ 60 to 70% കേട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ചിലർ പറയാറുണ്ട് എന്താ പറയുക, ഇതിൻ്റെ ചില ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, അതുപോലെ വോക്കൽ സെപ്പറേഷൻ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഒരു 100% ഇടുന്നോണ്ടായിരിക്കാം. എനിക്ക് എന്തായാലും എന്നെ സംബന്ധിച്ചോളം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. ഭയങ്കര വലിയ കുറ്റമൊന്നും പറയാനായിട്ടില്ല. പ്രത്യേകിച്ച് 1299 രൂപയാണ് നോർമൽ റേറ്റ് പോലും. 999 രൂപ കിട്ടുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം. ആ ഒരു രീതിയിലാണ് ആക്ച്വലി ഈ ഒരു ഇയർബഡ് എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് കുളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം നമുക്ക് ഇതിന് വാറന്റി ഉണ്ടെങ്കിൽ പോലും വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഓഫ്ലൈൻ സർവീസ് സെന്ററുകളൊക്കെ തന്നെ ഇപ്പോൾ ആവശ്യം പോലെ ഉണ്ട്. സോ ഡയറക്റ്റ് ഒന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകത്ത് പുതിയ സാധനം അല്ലെങ്കിൽ റിപ്പയർഡ് സാധനം നമ്മുടെ വീട്ടിൽ എത്തുന്നതാണ്. ഇത് നമ്മുടെ 60ms ബീസ് മോഡ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം വർക്കൗട്ട് ആകുമെന്ന് നോക്കാവേ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൈയെടുക്കുമ്പോഴത്തേക്ക്, അതായത് ട്രിഗറിന് കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് മാത്രം നോക്കിയാൽ മതിയേ. ചെറിയൊരു പൊട്ടിക്കൊരു ഡിലേ നമുക്കുണ്ട് കേട്ടോ. സിംഗിൾ ടാപ്പിൽ അത് വലുതായിട്ട് അറിയുന്നില്ലെങ്കിൽ പോലും കണ്ടോ, സ്പ്രേ ചെയ്യുമ്പോൾ ചെറിയൊരു പൊടിക്ക് അനുഭവിക്കുന്നുണ്ടത്. എന്തായാലും ഒരു 60ms അത്യാവശ്യം എന്താ പറയുക, ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ കളിച്ചൊക്കെ പോവാം. എന്നാൽ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ചെറിയ ഡിലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് നോ പ്രോബ്ലം, നല്ല രീതിക്ക് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോട്ട് എയർഡോപ്സ് 161 പ്രോയിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1299 അല്ലെങ്കിൽ 999 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർക്ക് ബൈങ് ആകോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ആദ്യം തന്നെ എടുത്ത് പറയണത്, നിങ്ങളൊരു കോളിംഗ് പേർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾ ആ കേട്ട മൈക്ക് ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഞാനത് 3ാമത്തെ പ്രാവശ്യമാണ് റെക്കോർഡ് ചെയ്തത്. വേറൊന്നുമില്ല, ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ പൊതുവെ റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് വിളിച്ചിട്ട് ആ ഒരു കോളാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല ക്വാളിറ്റിയിലേക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വെച്ചാൽ ഇനി ഈ മൈക്കിലല്ലേ ഇനി വർക്ക് ആവുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ 3ാമത്തെ പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ ഒരു നിങ്ങൾ കേട്ട ആ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കോളിംഗ് പേർപ്പസിന് നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ബൈങ് ആകുമെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 ആണ് ഞാൻ എപ്പോഴും പൊതുവെ 1500 രൂപയ്ക്കുള്ളിൽ ഒരു എന്താ പറയുക മൈക്ക് ക്വാളിറ്റി ഉള്ള ഇയർബഡ് പറയാറ്. എന്നാൽ ഇനി ഞാൻ പറയും T100 ഓക്കെ, അത് വാങ്ങിച്ചോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 161 Pro തന്നെയാണ് ബെറ്റർ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി T100-നേക്കാളും ബെറ്റർ ആണ് ഈ ഒരു 161 Pro എന്നുള്ളത്. ഒരൊറ്റ മൈക്ക് മാത്രമേ ഇവിടെയും ഉള്ളെന്നുള്ളതാണ് കേട്ടോ ഇതിൽ എടുത്ത് പറയേണ്ട സവിശേഷത. T100-ലും ഒരു മൈക്കേ ഉള്ളൂ. പൊതുവെ ഈ ഒരു ക്വാഡ് മൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പലതും ഇപ്പോൾ ഈ ബോട്ടിൻ്റെ ബ്രാൻഡുകളിൽ തന്നെ എല്ലാം
പലപ്പോഴും ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് മൈക്ക് ക്വാളിറ്റി കിട്ടുമ്പോഴത്തേക്ക് ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു മൈക്ക് ഉണ്ടെങ്കിൽ പോലും അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് കിട്ടുന്നത്. സോ കോളിംഗ് പർപ്പസ് നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം. കൂടാതെ മ്യൂസിക് ക്വാളിറ്റി ചെറിയൊരു എന്താ പറയുക മോണോ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതമാണ് ഇവിടെ ഉള്ളത്. ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതും വാങ്ങിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ് കൂടുതൽ കേൾക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു സ്റ്റീരിയോ ഔട്ട്പുട്ട് ഉണ്ടല്ലോ ആ ഒരു രീതിയിലുള്ളത് 161 ഒക്കെ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഓക്കെയാണ്. കൂടാതെ 60 ms ആണ്. നിങ്ങൾ നോർമൽ ഒരു ഗെയിം പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കുന്നതിലും വലിയ പ്രശ്നമൊന്നുമില്ല. ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ബ്ലൂടൂത്ത് വെർഷൻ 5.3 IPX5 പിന്നെ 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം. ഇത്രയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ വാങ്ങിക്കുന്നതിൽ ഇത് ഒരു തെറ്റുമില്ല. ആകെ പറയാൻ പറ്റുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി എന്താ പറയുക ഗ്ലോസി ഫിനിഷ് എന്നുള്ളതാണ്. ഗ്ലോസി ഫിനിഷ് എന്ന് ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നെ പോലെയൊക്കെ ഉള്ളവർ ഇപ്പം ഞാനൊക്കെ നല്ല റഫ് യൂസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകും ഈ ഒരു കേസ്. അതർവൈസ് ഒരിക്കലും നമുക്ക് കൂടുതൽ അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. 1290 കണ്ണു പൂട്ടി വാങ്ങിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത ഈ ഒരു 161 Pro നിങ്ങൾക്ക് വേണമെങ്കിൽ ദീപ് സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ എന്താ പറയുക സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വാങ്ങിച്ചതിനേക്കാളും കാശ് കുറച്ച് വാങ്ങിക്കുന്നുണ്ട്. ജസ്റ്റ് അൺബോക്സ്ഡ് പീസാണ്. എന്നാൽ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് ബോക്സ്ഡ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ശരി, എന്നാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.